മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ പോലീസ് ചോദ്യം ചെയ്തു. പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ചിത്രങ്ങളാണെന്ന് സുബ്രഹ്മണ്യൻ ആവർത്തിച്ചു. നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. 11 മണിയോടെയാണ് കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ അംഗവുമായ എൻ സുബ്രഹ്മണ്യൻ ചോദ്യം ചെയ്യലിന് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. സ്റ്റേഷന് പുറത്ത് കാത്തുനിന്ന കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സുബ്രഹ്മണ്യനെ സ്റ്റേഷനിലേക്ക് അനുഗമിച്ചു. താൻ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ചിത്രങ്ങൾ തന്നെയാണെന്നാണ് സുബ്രഹ്മണ്യന്റെ വാദം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചിത്രമടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നുള്ളവയാണെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു. PRD വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും. ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് നൽകാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എൻ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് എൻ്റെ ഫോണ് പിടിച്ചെടുത്തതിനെതിരായി നിയമ പോരാട്ടം നടത്തും. ബന്ധപ്പെട്ട നിയമവിദഗ്ധരായിട്ട് ആലോചിച്ചു ഞാൻ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട്. എൻ സുബ്രഹ്മണ്യന്റെ സാമൂഹ്യ മാധ്യമം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കക്കോടി സ്വദേശി ബാബുരാജിനെയും പോലീസ് ചോദ്യം ചെയ്തു. ചിത്രം പങ്കുവച്ചത് ഇയാളാണെന്നും തന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്നുമാണ് എൻ സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകിയത്. മീഡിയ 1 കോഴിക്കോട്.